ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഡ്രസ് ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറേ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എത്ര രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെയുള്ള സംശയങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഡ്രസ് ബിസിനസ്, ജ്വല്ലറി ബിസിനസ്, ആ ഒരു ബിസിനസ് തന്നെ ചെയ്യാമെന്ന് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രസ്സാണ്, അതല്ലെങ്കിൽ ജ്വല്ലറിയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പോഴും ഡിമാൻഡ്സ് ഉണ്ട്, എപ്പോഴും ഫാഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനും നല്ല ജ്വല്ലറി ധരിച്ചിട്ടൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിന് ഡിമാൻഡ്സ് ഉണ്ടാവും, ഒരിക്കലും ആ ഡിമാൻഡ് കുറഞ്ഞു പോവില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പിന്നെ ഓൺലൈനായിട്ട് തന്നെയുള്ള ബിസിനസ്സാണ് അധികവും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സുമായിരുന്നു. അങ്ങനെയുമാണ് ഈ ഒരു ജ്വല്ലറി ഡ്രസ് ബിസിനസ്സിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് കാലത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഡ്രസ്സ് ജ്വല്ലറി ഒക്കെ ആണെങ്കിലും നമ്മൾ ഷോപ്പ് ഇട്ടിട്ട് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ എടുത്ത് വീട് തോറും നടന്ന് വിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സോഷ്യൽ മീഡിയയിലായിരിക്കും ചിലപ്പോൾ ഷോപ്പിനേക്കാൾ കൂടുതൽ സെയിൽ നടക്കണം. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒത്തിരി ബിസിനസ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പോഴും ഓൺലൈനിലൂടെ തന്നെയാണ് എല്ലാവിധ സെയിലും നടക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഫാഷൻ റിലേറ്റഡ് ഐറ്റംസ്. ഞങ്ങൾ രണ്ടുപേരും മറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ബിസിനസ് ചെയ്യാതെ പാർട്ട് ടൈം ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ് കൂടിയാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ഡ്രസ്സ് ജ്വല്ലറി ബിസിനസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പേ തന്നെ ഒരു ഡ്രസ്സിങ് ബ്രാൻഡ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് സക്സസ്ഫുൾ ആയിട്ട് വരിക എന്നുള്ളത്. അപ്പം നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ അതിനെപ്പറ്റി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൽ. ഞാനും പണ്ട് റീസെല്ലിംഗ് ബിസിനസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, 4 വർഷങ്ങൾക്കൊക്കെ മുമ്പാണ്. എന്നാൽ റീസെല്ലിംഗ് ബിസിനസ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു എന്ത് മെറ്റീരിയലാണ്, അങ്ങനെയൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ട് മാത്രമല്ല മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീസെല്ലിംഗ് ബിസിനസ്സിലൂടെ എനിക്കന്ന് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ ശരിയായ രീതിയിൽ ഓർഡർ പിടിക്കാനോ അത്രയ്ക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു റീസെല്ലിംഗ് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രോഡക്റ്റ് തട്ടിൽ സ്വന്തം ബ്രാൻഡ്, സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, റീസെല്ലിംഗ് ബിസിനസ് നോക്കാതെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ 1 വർഷം 2 വർഷം മുമ്പായിരുന്നു സ്വന്തമായിട്ട് എടുത്തിട്ട് തന്നെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് കുറച്ച് അബദ്ധങ്ങളിൽ നമ്മൾ പോയി വീഴും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാതെ നമുക്ക് ചിലപ്പോൾ ബിസിനസ്സിൽ ലോസ് വരാം. അപ്പം അങ്ങനെയുള്ള ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ഒത്തിരി പേര് ഇപ്പോഴും ബിസിനസ്, ജ്വല്ലറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. എന്നെപ്പോലെ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ ഒരു ഡ്രസ്സ് ബിസിനസ് അല്ല എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും. അപ്പോൾ ഡ്രസ്സ് ബിസിനസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഈ നമുക്ക് ലോസ് ഇല്ലാതെ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ കറക്റ്റായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ട്രെയിനിങ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടും ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചു കൊണ്ടും. ഇനി അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരുപാട് മാർക്കറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മാർക്കറ്റ് നന്നായി സ്റ്റഡി ചെയ്ത ശേഷം മാത്രമാണ് ഞങ്ങൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ എടുക്കുന്നത്, നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കാര്യം കൂടെ ചോദിക്കാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല എമൗണ്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് പ്രോഫിറ്റ് മാർജിൻ ഇടുക, എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ളത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഐറ്റവും
ഒരു ദിവസം കൊണ്ട് സോൾഡ് ഔട്ട് ആയി അല്ലേ നമ്മള്? അതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ രണ്ടുപേരും ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബിസിനസ് ചെയ്ത് നമ്മൾ ഒന്നുമില്ലാതെ ഒട്ടും പ്രോഫിറ്റ് ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്ത ബിസിനസ് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം എന്ന് മനസ്സിലാക്കി വീണ്ടും നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നല്ല രീതിയിൽ തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള ഓർഡർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഹോൾസെയിൽ ആയിട്ട് ആൾക്കാർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് റീറ്റെയിൽ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഒത്തിരി എൻക്വയറീസ് വന്നു. ഒത്തിരി ആൾക്കാർ നമ്മളെടുത്ത് ചോദിച്ചു, ഹോൾസെയിലായിട്ട് എടുക്കുന്നവർ തന്നെ എങ്ങനെയാണ് ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഞങ്ങൾക്കൊരു ട്രെയിനിങ് തരാൻ പറ്റുമോ? അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ആദ്യം നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒത്തിരി പേര് നമ്മളോട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് പറയാമോ, ഞങ്ങൾക്ക് കൂടി ഇത് ഒരുപാട് കാലങ്ങളായി ഇത് തുടങ്ങിയിട്ട് പക്ഷെ സക്സസ്ഫുൾ ആയിട്ടില്ല, എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ഓർഡേഴ്സ് ഒക്കെ കിട്ടി, ആ കാര്യങ്ങളൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ട്രെയിനിങ് കൂടി നമ്മൾ കൊടുക്കാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളൊരു സ്റ്റാഫിനെയൊക്കെ എടുത്ത് സ്റ്റാഫാണ് ഇപ്പൊ ആ ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ട്രെയിനിങ് സെക്ഷനും അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുനിന്ന് ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ അടുത്തുനിന്ന് ട്രെയിനിങ് എടുത്തിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, വളരെ നല്ല രീതിയിൽ അവരുടെ ബിസിനസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൽ ഓരോരോ പോസ്റ്റും ചെക്ക് ചെയ്താലും മനസ്സിലാവും. അവരുടെ ഡ്രസ് ഐറ്റംസ് ഒക്കെ നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ ട്രെയിനിങ് ആയിട്ട് ലൈവായിട്ട് റെക്കോർഡഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലൈവ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ലൈവ് സെക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ആ ലൈവിൽ ചോദിക്കാം. ഇപ്പോൾ ലൈവ് എൻഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ നിങ്ങൾക്ക് അറിയാം, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് കൂടി തരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓൾമോസ്റ്റ് ഒരു 200-300-ലധികം ആൾക്കാർ ഇപ്പം നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണെന്ന് ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒത്തിരി എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട് നമ്മുടെ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒട്ടും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റാതെ സ്റ്റോപ്പ് ചെയ്ത ശേഷം എങ്ങനെ ഒരു ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കി സക്സസ് ആക്കിയ ശേഷമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ സക്സസ് ആക്കാൻ പറ്റട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും സംശയവും സപ്പോർട്ടും എല്ലാം ചോദിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് നിന്ന് ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഹോൾസെയിലായിട്ടും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്ങും സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ തരുന്നുണ്ട്. നമ്മളുടെ ഡ്രസ് ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു ഓർക്കണ്ടോ? ജസ്റ്റ് ഒരു 10,000 ആയിരുന്നു. ആദ്യമായിട്ട് നമ്മൾ 10,000 രൂപക്കാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജ്വല്ലറി ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറും 1000 രൂപയായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടായിരുന്നു ജ്വല്ലറി എടുത്തത്. ഡ്രസ്സ് നമ്മൾ മുമ്പും ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ജ്വല്ലറി ട്രെൻഡ് ഏതാണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് അറിയാമായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത് നമ്മളിപ്പോൾ എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്യാൻ ഇറങ്ങി അത് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആണ്. അപ്പം നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത് മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ടോട് കൂടി, ട്രെയിനിങ് മാത്രമല്ല സപ്പോർട്ടോട് കൂടി ഈ ഒരു ഡ്രസ് ജ്വല്ലറി ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നും അറിയില്ലാത്ത ആളുകൾക്ക് മുതൽ നല്ല രീതിയിൽ അല്പമൊക്കെ അറിയുന്ന ആളുകൾക്കും നമ്മൾ ഒരുപോലെ തന്നെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട്